സ്റ്റുഡൻസ്, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാംസ് കാര്യങ്ങൾ നമ്മുടെ സിനിത്തിന്റെ ആപ്പ് വഴി ആക്സസ് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു പ്രസന്റേഷൻ ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ സിനിത്തിന്റെ ആപ്പ് ലോഗിൻ ചെയ്യുക. തന്നിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓൾറെഡി കോഴ്സ് ഉണ്ടാവും. കോഴ്സ് അറിയാമല്ലോ, നിങ്ങളുടെ റെക്കോർഡ് കണ്ടന്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു കോഴ്സിലേക്കാണ്. അപ്പൊ ഇതിൻ്റെ അകത്താണ് PDF ഫയൽസ്, വീഡിയോസ് എല്ലാം നമ്മൾ റെക്കോർഡിങ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ എക്സാംസ് വരുന്നത് ഈ താഴെ ഇത് കണ്ടോ, ക്വിസ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് നിങ്ങളുടെ എക്സാംസ്. ഇതിലിപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഡെമോ ടെസ്റ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള നിങ്ങൾക്ക് ഓരോരോ സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന അനുസരിച്ചായിരിക്കും ക്വിസ് അപ്ഡേറ്റ് ആവുക. ഒരുപാട് ക്വിസുകൾ ഇനി വരാനുണ്ട്. ഓക്കെ, അപ്പം ഇതില് ഫസ്റ്റ് ഡെമോ ടെസ്റ്റ് ആണ് ഞാൻ ഇന്നിപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ഈ ഒരു ക്വിസ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ക്വിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാസ്ക് ബാറിൽ ഒരു ക്വിസ് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഈ ക്വിസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ ക്വിസസും ഇവിടെ കാണാൻ പറ്റും. എത്ര ക്വസ്റ്റ്യൻസിന്റെ എക്സാംസ് ആണ് നടത്തുന്നത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഇവിടെ നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഇന്നിപ്പം ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നാളെ എക്സാമിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക, എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക, എങ്ങനെയാണ് മാർക്ക് കാണുന്നത്, എല്ലാ ഡീറ്റെയിൽസും ആണ് പറഞ്ഞു തരുന്നത്. ഡെമോ ടെസ്റ്റ് ഈ ക്വിസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാം ഇവിടെ ടൈമർ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ 10 ക്വസ്റ്റ്യന്റെ ഒരു ഡെമോ ക്വിസ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി 10 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ 30 മിനിറ്റ് അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് ആയിരിക്കും സെറ്റ്. അപ്പൊ 25 മിനിറ്റിൽ നിങ്ങൾ ഈ എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. 25 മിനിറ്റ്സ് ആണ് ലിമിറ്റ് വരിക. ഇത് ഈസിയാണ്, ഒരു പാടുമില്ല. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഞാനിപ്പോ നിങ്ങൾക്ക് ഈ 10 ക്വസ്റ്റ്യനിൽ ഒരു 8 ആൻസേഴ്സ് മാർക്ക് ചെയ്യാം. ബാക്കി ഒരെണ്ണം മിസ്റ്റേക്ക് ആക്കിയിട്ടും ഒരെണ്ണം അൺഅറ്റൻഡഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റിന്റെ ആൻസർ ഞാൻ D കൊടുക്കുന്നു. സെക്കൻഡിന്റെ ആൻസർ ഞാൻ സാഡിൽ ജോയിന്റ് കൊടുക്കുന്നു. തേർഡിന്റെ ആൻസർ ഞാൻ മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ 25% കൊടുക്കുന്നു. ഫോർത്തിന്റെ ആൻസർ എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കാം, ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കംപ്ലീറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യാവൂ. നിങ്ങൾക്ക് എക്സാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ബാക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ChatGPT അതുപോലെ ഗൂഗിൾ ജെമിനി ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ മാൽ പ്രാക്ടീസ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എക്സാമിൽ കയറി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബാക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ഫിഫ്ത്തിന്റെ ആൻസർ ഞാൻ എ കൊടുക്കുന്നു, സ്കാരിയാസിസ് കൊടുക്കുന്നു. ദെൻ സെക്കൻഡറി അറ്റാക്ക് റേറ്റിന്റെ ആൻസർ 66.6% കൊടുക്കുന്നു. സെവന്റിന്റെ ആൻസർ ആക്ച്വലി ബി ആണ്, മാസ്റ്റർ ഫോളോയിങ് ആണ്, ബി ആണ് ആൻസർ വരിക. ഞാനത് മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് D ആക്കി കൊടുക്കുന്നു. ഓക്കെ, ദെൻ എയ്ത്തിന്റെ ആൻസർ D ആണ്. 9th ആൻസർ A ആണ്. ആൻഡ് 10th ആൻസറും ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മിസ്റ്റേക്കിന് വേണ്ടിയിട്ട് ഡോഗ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ടൈമർ കാണാം, ടൈമർ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കംപ്ലീറ്റ് 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വരും. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തു, സബ്മിറ്റ് ചെയ്യട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എസ് ക്ലിക്ക് ചെയ്യുക. എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് നിങ്ങളുടെ സ്കോർ കാർഡ്. സ്കോർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര മാർക്ക്, 10 ക്വസ്റ്റ്യന് 10 മാർക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് വന്നത്. ഇപ്പൊ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ 6.34 മാർക്കാണ്. ആഫ്റ്റർ നെഗറ്റീവ് കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ 25 ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് പോകുമ്പോഴത്തേക്ക് ആ നെഗറ്റീവ് റെഡ്യൂസ് ചെയ്തിട്ടുള്ള മാർക്കാണ് 6.34 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എത്ര നെഗറ്റീവ് അറ്റൻഡ് ചെയ്തു, 2 ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്. ഇനി ഇതിൽ ഏതാണ് നെഗറ്റീവ് എന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ ഏതാണ് തെറ്റിച്ചത്, ഏതാണ് മാർക്ക് പോയത്, അതിനുള്ള ഓപ്ഷനാണ് ഈ ലെഫ്റ്റിൽ കാണുന്ന റിവ്യൂ ആൻസർ. നിങ്ങൾ എക്സാം കഴിഞ്ഞ ഉടനെ ബാക്ക് അടിച്ചങ്ങ് ഇറങ്ങില്ല, റിവ്യൂ ആൻസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം, ഇതെന്ന് പറഞ്ഞാൽ മെമ്മറി ഇല്ല, എക്സാമിന് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവ്യൂ ആൻസർ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്ക് ഇറങ്ങാനായിട്ട്. ഇല്ലാതെ നിങ്ങൾ പിന്നീട് വന്നിട്ട് പിന്നെ ആൻസർ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക, വീണ്ടും ആദ്യം തൊട്ട് ചെയ്യാൻ കാണിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു മെമ്മറി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജിനെ അത് അഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് തൊട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്ത് ഓരോ പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ ഈ റിവ്യൂ ആൻസേഴ്സ് എന്നുള്ള സാധനത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് ഈ കാണുന്നത്.
അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് ആയിട്ട് ഡി ആണ് മാർക്ക് ചെയ്തത്, പച്ച കളർ കണ്ടോ, പച്ച കളറിൽ ഡി. രണ്ടാമത്തെ കറക്റ്റ് ആണ്, എ ആണ് ഞാൻ മാർക്ക് ചെയ്തത്, പച്ച കളറിൽ വന്നേക്കുന്നത് കണ്ടോ. മൂന്നാമത്തെ കറക്റ്റ് ആണ്. നാലാമത്തെ നോക്കിക്കേ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല കണ്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് മാർക്ക് ചെയ്തതിന്റെ സിമ്പിൾ ആണ് ഈ നീല കളർ കാണിക്കുന്നത്. ഇവിടെ വന്നപ്പോ ആ നീല ഇല്ല കണ്ടോ. ഞാൻ മാർക്ക് ചെയ്യാത്തോണ്ടാണ് ആ ബ്ലൂ കളർ വരാത്തത് കണ്ടോ. ആ ബ്ലാക്ക് അതുപോലെ നിൽക്കുന്നു, മറ്റേടുത്ത് ആ ബ്ലൂ കളർ വന്നേക്കുന്നത് ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഈ മാർക്ക് ചെയ്യാത്ത ഓപ്ഷനാണ് ബി കണ്ടോ. അതാണ് ആൻസർ. കറക്റ്റ് ആൻസർ ഏതാന്ന് കാണിച്ചേക്കാണ് പച്ച കളറിൽ. 5 ഞാൻ കറക്റ്റ് ആണ് ആൻസർ ചെയ്തത്, 6 കറക്റ്റ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, 7 ഞാൻ ആൻസർ ചെയ്ത ഏതാണ്, ഡി കണ്ടോ. മാർക്ക് ചെയ്തേക്ക് നോക്ക്, ഡിയിലാണ്. ശരി ഉത്തരം ഏതാണ്, ബി പച്ച കളർ കണ്ടോ. കണ്ടോ, ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ശരി ഉത്തരം ഏതാണ്, ഞാൻ ആൻസർ ചെയ്ത ഏതാണ് കണ്ടോ. എട്ടാമത്തെ ആൻസർ കറക്റ്റ് ആണ് ഞാൻ മാർക്ക് ചെയ്തത്, ഡി ആൻസർ ചെയ്തു. ഒമ്പതാമത്തെ ആൻസർ കറക്റ്റ് ആണ് ഞാൻ മാർക്ക് ചെയ്തത്, എ മാർക്ക് ചെയ്തു. 10ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ എ ആണ്, ഫൗൾ ആണ്. ആൻസർ ഞാൻ ചെയ്തതാണ് സി കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തതും കറക്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കുക. കറക്റ്റ് ആൻസർ ഗ്രീൻ കളറിൽ കിടക്കും. നമ്മൾ ചെയ്യുന്നതിന്റെ ഈ ഒരു ബ്ലൂ ഡോട്ട് വരും കണ്ടോ. ഈ ബ്ലൂ ഡോട്ട് വരുന്നതാണ് നമ്മൾ ചെയ്ത ആൻസർ. അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇനി ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേ സ്കോർ കാർഡിന്റെ പേജിൽ തന്നെ ലീഡർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ലീഡർ ബോർഡ് ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഈ ലീഡർ ബോർഡ് കാണാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസമായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 24 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 25 മിനിറ്റ് നിങ്ങൾ കയറി അറ്റൻഡ് ചെയ്താൽ മതി. ഈ 24 മണിക്കൂർ കഴിയുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലീഡർ ബോർഡ് കയറി കാണാൻ പറ്റും. ലീഡർ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്ക് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് ആർക്കാണ് ഫസ്റ്റ് ആർക്കാണ് സെക്കൻഡ് എന്നുള്ളതാണ് ലീഡർ ബോർഡ് കാണുക കണ്ടോ. ഇപ്പൊ ഞാൻ ഈ ഒരു എക്സാം ഞാനും ഒരു സ്റ്റുഡന്റ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് വന്നേക്കുന്നത് കണ്ടോ. ലീഡർ ബോർഡ് കാണിക്കും. ഇപ്പൊ നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഒരു എക്സാം എടുക്കാന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വേറെ ഒരു എക്സാം ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ലീഡർ ബോർഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ആൻസർ ചെയ്തു. ലീഡർ ബോർഡിൽ കയറി കഴിഞ്ഞാൽ, സോറി ഒരു മിനിറ്റ്, ഡെമോ ടെസ്റ്റ് മോഡൽ ടെസ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇത് കണ്ടോ, ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ കണ്ടോ ലീഡർ ബോർഡ് വന്ന് കിടക്കുന്നുണ്ടോ. ഏറ്റവും ടോപ്പ് സ്കോർ ചെയ്യുന്നവരുടെ പെർസെൻറ്റേജ് ആണ് വരിക, സെക്കൻഡ് തേർഡ്, പിന്നെ അങ്ങനെ ഓർഡറിൽ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നോ അവർക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് അറേഞ്ച് ആവും. അങ്ങനെയാണ് ഈ ലീഡർ ബോർഡിന്റെ പരിപാടി. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിപ്പുലേറ്റഡ് ടൈം, ഇപ്പോൾ ഒരു 1 ഡേ ആണ്, കംപ്ലീറ്റ് 24 hours ആണ് നിങ്ങൾക്ക് എക്സാം എഴുതാന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഈ ലീഡർ ബോർഡ് വിസിബിൾ ആവുക. ഇത്രയേ ഉള്ളൂ എക്സാമിന്റെ സംഭവം. എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ ഹോം പേജിലേക്ക് വരാം, സ്ക്രീനിൽ നിന്ന് എക്സിറ്റ് ആവാം. ഇത്രയേ ഉള്ളൂ എക്സാം.